നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്ററായ നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് കേരള അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ്റെ 2 പാർട്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ്റെ 3ാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള സോഷ്യൽ സയൻസിൻ്റെയും അതുപോലെ ബയോളജിയിലെയും കെമിസ്ട്രിയിലെയും ഫിസിക്സിൻ്റെയും മാത്തമെറ്റിക്സിൻ്റെയൊക്കെ എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രഗിൾസ് ഫോർ സിവിൽ ലിബർട്ടി. എന്താണ് സിവിൽ ലിബർട്ടി എന്ന് പറഞ്ഞാൽ? പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സ്ട്രഗിൾസ് അല്ലെങ്കിൽ സമരങ്ങൾ. ഓക്കെ, അതിൽ ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് അപ്പർ ക്ലോത്ത് എജിറ്റേഷൻ. എന്താണ് അപ്പർ ക്ലോത്ത് എന്ന് വെച്ചാൽ മേൽമുണ്ട്, എജിറ്റേഷൻ സമരം. അപ്പം മേൽമുണ്ട് സമരം. അതിൽ ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് ഈ സ്ത്രീകൾക്ക് പണ്ട് കാലത്ത് ചില ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ഈ മേൽവസ്ത്രം ഉണ്ടല്ലോ, ബ്ലൗസ് പോലെയുള്ള അത് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെതിരെ സ്ത്രീകൾ പോരാടി അല്ലെങ്കിൽ അവർ സമരം നടത്തി. അപ്പോൾ അതിന് അനുവദിച്ചുകൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയും പുള്ളിക്കാരൻ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ആ വിളംബരമാണ് അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എല്ലാ മതത്തിലുള്ള ചാന്നാർ എന്ന് പറയുന്ന ആ ഒരു വർഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം നൽകിക്കൊള്ളുന്നു എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളതാണ്. അത് നമ്മൾ പഠിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് അതെന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ഇതാ താഴെ പറഞ്ഞിട്ടുള്ളത് നോക്കിയോളൂ. എ പാർട്ട് ഓഫ് ദി proclamation issued by the Maharaja of Travancore, Uttram Tirunal Marthandavarma, granting women the right to wear upper cloth is given above. അതായത് സ്ത്രീകൾക്ക് അപ്പർ ക്ലോത്ത് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂറിലെ മഹാരാജ ഓഫ് ട്രാവൻകൂർ ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് അല്ലെങ്കിൽ വിളംബരം. പ്രൊക്ലമേഷൻ എന്ന് വെച്ചാൽ വിളംബരം. ആ വിളംബരത്തിൻ്റെ ഒരു ഭാഗമാണ് മുകളിൽ തന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകി പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇനി യു ഹാവ് ഡിസ്കസ്ഡ് ദ അപ്പർ ക്ലോത്ത് എജിറ്റേഷൻ ദാറ്റ് ലെഡ് ടു ദിസ് പ്രൊക്ലമേഷൻ ഇൻ പ്രീവിയസ് ക്ലാസ്സസ്. മുൻപുള്ള ക്ലാസ്സുകളിൽ ഈ അപ്പർ ക്ലോത്ത് എജിറ്റേഷൻ അല്ലെങ്കിൽ മേൽമുണ്ട് സമരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത് നോക്കിയോളൂ. ദ വിമൺ ഓഫ് ദ ചാനാർ കമ്മ്യൂണിറ്റി ഓഫ് സൗത്ത് ട്രാവൻകൂർ ഡിഡ് നോട്ട് ഹാവ് ദ റൈറ്റ് ടു വിയർ അപ്പർ ക്ലോത്ത് ലൈക്ക് ദ വുമൺ ഹൂ വെയർ കൺസിഡേർഡ് ടു ബി അപ്പർ കാസ്റ്റ്. അതായത് തെക്കൻ തിരുവിതാംകൂറിൽ സൗത്ത് ട്രാവൻകൂറിലെ ഒരു സമുദായം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആയിരുന്നു ചാന്നാർ എന്ന് പറയുന്നത്. ഈ ചാന്നാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഡിഡ് നോട്ട് ഹാവ് ദ റൈറ്റ്, ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. എന്തിൻ്റെ അവകാശം? ടു വിയർ അപ്പർ ക്ലോത്ത്, അല്ലെ മേൽവസ്ത്രം അപ്പർ ക്ലോത്ത് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ആരെപ്പോലെ? ലൈക്ക് ദ വുമൺ ഹു വെയർ കൺസിഡേർഡ് ടു ബി ദ അപ്പർ കാസ്റ്റ്. ഉയർന്ന സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ പോലെ അപ്പർ ക്ലോത്ത് ധരിക്കാനുള്ള അവകാശം ഈ ചാന്നാർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ദ ചാന്നാർ വുമൺ who appeared in public places wearing upper cloth with the support of Christian missionaries were attacked by those who were considered to be the upper caste and their upper cloth was torn off. അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിന്തുണയോടെയാണ് ഈ പബ്ലിക് പ്ലേസിലൊക്കെ ഈ അപ്പർ ക്ലോത്ത് ധരിച്ച് ചാന്നാർ സ്ത്രീകളെ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരുന്ന ചാന്നാർ സ്ത്രീകളെ ഈ അപ്പർ കാസ്റ്റ് എന്ന് വെച്ചാൽ ഉയർന്ന ജാതിയിൽപ്പെട്ട അവരെന്ത് ചെയ്തു? ആക്രമിച്ചു. എന്നിട്ട് അവരുടെ ആ മേൽവസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു. അതാണ് ആ ഒരു സെന്റൻസിൽ പറഞ്ഞിട്ടുള്ളത്. ടോൺ ഓഫ് എന്ന് വെച്ചാൽ വലിച്ചു കീറി. അപ്പർ കാസ്റ്റ് എന്ന് വെച്ചാൽ ഉയർന്ന ജാതിയിൽപ്പെട്ടവർ. അപ്പർ ക്ലോത്ത് എന്ന് വെച്ചാൽ മേൽമുണ്ട്. അപ്പം പബ്ലിക് പ്ലേസ് എന്ന് വെച്ചാൽ പൊതുസ്ഥലങ്ങളിൽ. മനസ്സിലായല്ലോ ആ ഒരു സെന്റൻസ് എന്താണെന്നുള്ളത്. Subsequently, riots broke out in many places in southern Travancore. അതിനെ തുടർന്ന് ഈ സദേൺ ട്രാവൻകൂറിലെ തെക്കൻ തിരുവിതാംകൂറിലെ പല സ്ഥലങ്ങളിലും റയോട്ട്സ് എന്ന് വെച്ചാൽ കലാപം ബ്രോക്ക് ഔട്ട്, പൊട്ടിപ്പുറപ്പെട്ടു. On July 26, 1859, the Maharaja of Travancore issued a decree removing restrictions on Chanar women to wear upper cloth. അതായത് on July 26, 1859, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റ് ആണ് കേട്ടോ. ജൂലൈ 26, 1859 ദ മഹാരാജ ഓഫ് ട്രാവൻകൂർ, തിരുവിതാംകൂറിലെ മഹാരാജാവ് ഇഷ്യൂ എന്ന് വെച്ചാൽ പുറപ്പെടുവിച്ചു, ഇഷ്യൂ ചെയ്തു. എന്ത് ഇഷ്യൂ ചെയ്തു? എ ഡിക്രി എന്ന് വെച്ചാൽ
ഒരു കൽപ്പന ഇഷ്യൂ ചെയ്തു. എന്താണ് ആ കൽപ്പന? റിമൂവിങ് റെസ്ട്രിക്ഷൻസ്, നിയന്ത്രണങ്ങൾ റിമൂവ് ചെയ്തു, ഒഴിവാക്കി. ഏതിനുള്ള നിയന്ത്രണങ്ങൾ? ഓൺ ചാനാർ വുമൺ ടു വിയർ അപ്പർ ക്ലോത്ത്. ഈ ചാനാർ വുമൻസിന്, ചാനാർ സ്ത്രീകൾക്ക് അപ്പർ ക്ലോത്ത് ധരിക്കാനുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഡിക്രി, കൽപ്പന ഇഷ്യൂ ചെയ്തു തിരുവിതാംകൂർ രാജാവ്. മനസ്സിലായി? എന്നാണ്? ഓൺ ജൂലൈ 26, 1859, 1889 ജൂലൈ 26. മനസ്സിലായല്ലോ? ഇനി ഇതാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പ്രിപ്പയർ എ നോട്ട് ഡിസ്കസിങ് ദ സോഷ്യൽ സിറ്റുവേഷൻസ് ദാറ്റ് ലെഡ് ടു ദ സ്ട്രഗിൾ ഫോർ ദ റൈറ്റ് ടു വിയർ അപ്പർ ക്ലോത്ത്. അതായത് അപ്പർ ക്ലോത്ത് ധരിക്കാനുള്ള പോരാട്ടത്തിലേക്ക് നയിച്ച സോഷ്യൽ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു നോട്ട് തയ്യാറാക്കണം. ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് ഇത് എഴുതാം. ദ വുമൺ ഓഫ് ദ ചാനാർ കമ്മ്യൂണിറ്റി ഓഫ് സൗത്ത് ട്രാവൻകൂർ ഡിഡ് നോട്ട് ഹാവ് ദ റൈറ്റ് ടു വിയർ അപ്പർ ക്ലോത്ത് ലൈക്ക് ദ വുമൺ ഹു വെയർ കൺസിഡേർഡ് ടു ബി ദ അപ്പർ കാസ്റ്റ്. അല്ലെ, അപ്പർ കാസ്റ്റ് എന്ന് കരുതുന്ന സമുദായം ധരിക്കുന്നത് പോലെയുള്ള മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ആർക്കുണ്ടായിരുന്നില്ല? സൗത്ത് ട്രാവൻകൂറിലെ ചാനാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? സമരം വെച്ചത്. അത് മാത്രമല്ല, പിന്നീട് എന്താണ് അവർ ക്രിസ്ത്യൻ, എന്താണ് അടുത്ത സെന്റൻസ്, ദ ചാനാർ വുമൺ ഹു അപ്പിയർഡ് ഇൻ പബ്ലിക് പ്ലേസസ് വിയറിംഗ് അപ്പർ ക്ലോത്ത് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ക്രിസ്ത്യൻ മിഷണറീസ് വെയർ അറ്റാക്ക്ഡ് ബൈ ദോസ് ഹു വെയർ കൺസിഡർഡ് ടു ബി ദ അപ്പർ കോസ്റ്റ് ആൻഡ് ദെയർ അപ്പർ കോസ്റ്റ് വാസ് ടോൺ ഓഫ്. എന്ത് ചെയ്തു? ക്രിസ്ത്യൻ മിഷണറിമാരുടെ സഹായത്തോടെ കൂടിയാണ് പബ്ലിക് പ്ലേസിൽ അവർ ഈ അപ്പർ ക്ലോത്ത് ധരിച്ച് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ചാനാർ വുമൻസിനെ എന്ത് ചെയ്തു? ഈ അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാർ വന്ന് അവരെ ആക്രമിക്കുകയും മാത്രമല്ല അവരുടെ അപ്പർ ക്ലോത്തിനെ വലിച്ചു കീറുകയും ചെയ്തു. അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് അവരെ ഈ ഒരു സമരത്തിലേക്ക് നയിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യങ്ങൾ, സോഷ്യൽ സിറ്റുവേഷൻസ്. ഓക്കെ, നമ്മൾ അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ അല്ലെങ്കിൽ മേൽമുണ്ട് സമരം പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചോളണം കേട്ടോ. അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ള ഏതാണ്? വൈക്കം സത്യാഗ്രഹം. നോക്കിയോളൂ. അൺടച്ചബിൾസ് ആർ നോട്ട് അലൗഡ് ടു എൻ്റർ ബിയോണ്ട് ദിസ്. അയിത്ത ജാതിക്കാർക്ക് ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. ഇതെന്താണെന്നറിയോ? ദിസ് വാസ് റിട്ടൺ ഓൺ ബോർഡ് പ്ലേസ്ഡ് 100 meters ഫ്രം ദ വൈക്കം ടെമ്പിൾ. അതായത് വൈക്കം ക്ഷേത്രത്തിൻ്റെ 100 meter അകലെ സ്ഥാപിച്ചിരുന്ന ഒരു ബോർഡാണത്. ആ ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. നോക്കിയോളൂ. The Vaikom Satyagraha was a major struggle for the freedom of traveling that took place in Kerala when the national movement was gaining strength. അതായത് വൈക്കം സത്യാഗ്രഹ വാസ് എ മേജർ സ്ട്രഗിൾ. വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സമരമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു? ഫോർ ദ ഫ്രീഡം ഓഫ് ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മേജർ സ്ട്രഗിൾ ആയിരുന്നു വൈക്കം സത്യാഗ്രഹ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് നടന്നത്? ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ കേരള. നടന്നത് കേരളത്തിലായിരുന്നു. വെൻ ദ നാഷണൽ മൂവ്മെന്റ് വാസ് ഗെയിനിങ് സ്ട്രെങ്ത്. എപ്പോഴാണ് നടന്നത്? നാഷണൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനം വാസ് ഗെയിനിങ് സ്ട്രെങ്ത്, ശക്തിപ്പെടുത്തുന്ന ആ ഒരു കാലയളവിൽ, ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെട്ടുകൊണ്ടിരുന്ന ആ ഒരു കാലയളവിലാണ് ഈ വൈക്കം സത്യാഗ്രഹം നടന്നത്. അടുത്ത സെന്റൻസ് നോക്കിയുള്ളൂ. ദ പീപ്പിൾ ഹു വെയർ കൺസിഡേർഡ് ഇൻഫീരിയർ വെയർ നോട്ട് അലൗഡ് ടു വാക്ക് ഓൺ ദ അപ്രോച്ച് റോഡ്സ് ഓഫ് വൈക്കം ടെമ്പിൾ. അതായത് ദ പീപ്പിൾ ഹു വെയർ കൺസിഡേർഡ് ഇൻഫീരിയർ ആണെന്ന് അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർ എന്ന് കരുതപ്പെടുന്ന ജനങ്ങൾക്ക് ആർ നോട്ട് അലൗഡ്, അവരെ അനുവദിച്ചിരുന്നില്ല. വെയർ നോട്ട് അലൗഡ്, അവരെ അനുവദിച്ചിരുന്നില്ല. എന്തിനാ? ടു വാക്ക് ഓൺ ദ അപ്രോച്ച് റോഡ്സ് ഓഫ് വൈക്കം ടെമ്പിൾ. വൈക്കം ടെമ്പിൾ ഉണ്ടല്ലോ, വൈക്കം ക്ഷേത്രം. വൈക്കം ക്ഷേത്രത്തിൻ്റെ അപ്രോച്ച് റോഡിൽ കൂടി, അപ്രോച്ച് റോഡ് എന്ന് വെച്ചാൽ അതിൻ്റെ ഈ ചുറ്റുമുള്ള ആ ഒരു റോഡിൽ കൂടി, വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിൽ കൂടി നടക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ആർക്കാണ് അനുവാദം ഉണ്ടായിരുന്നത്? ദ പീപ്പിൾ ഹു വെയർ കൺസിഡേർഡ് ആസ് ഇൻഫീരിയർ ആണ് അല്ലെങ്കിൽ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് കരുതപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്ക്. മനസ്സിലായോ? ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ദ സത്യാഗ്രഹ ബിഗാൻ ഓൺ മാർച്ച് 30, 1924. 1924 മാർച്ച് 30 ഈ സത്യാഗ്രഹം തുടങ്ങിയത്. എന്തിനായിരുന്നു ഈ സത്യാഗ്രഹം? പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദിസ് ഡിസ്ക്രിമിനേഷൻ. ഈ ഒരു ഡിസ്ക്രിമിനേഷനെതിരായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വിവേചനത്തിന് എതിരായിട്ട് പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സത്യാഗ്രഹം തുടങ്ങിയത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്? മാർച്ച് 30, 1924. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. അപ്പോൾ എന്തിനാണ് വൈക്കം സത്യാഗ്രഹം, എന്നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്? 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം വൈക്കം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നതാണ്. ഇനി വൈക്കം സത്യാഗ്രഹം എന്തിനാണ് നടന്നത്?
ഫോർ ദ ഫ്രീഡം ഓഫ് ട്രാവലിംഗ് അല്ലെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അപ്പം സഞ്ചാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫോർ ദ ഫ്രീഡം ഓഫ് ട്രാവലിങ്ങിന് വേണ്ടി കേരളത്തിൽ നടന്ന ഒരു സമരമാണ് ഏതെന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹ. അടുത്ത പാരഗ്രാഫ് നോക്കിയോളൂ. ദിസ് സത്യാഗ്രഹ വാസ് ലെഡ് ബൈ, ഈ സത്യാഗ്രഹം നയിച്ചത് ആരൊക്കെയായിരുന്നു? പ്രധാനപ്പെട്ട നേതാക്കൾ ഈ സത്യാഗ്രഹത്തിൽ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ടി കെ മാധവൻ. ആരാണ്? ഒന്നാമത്തെ ആള് ടി കെ മാധവൻ, 2 കെ കേളപ്പൻ, 3 കെ പി കേശവ മേനോൻ. ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ ലെഡ് ചെയ്ത നേതാക്കന്മാർ? ലീഡേഴ്സ് ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവ മേനൻ എന്നിങ്ങനെയുള്ളവർ. ദ വൈക്കം സത്യാഗ്രഹ വിച്ച് അട്രാക്റ്റഡ് നാഷണൽ അറ്റൻഷൻ എൻഡഡ് വിത്ത് ദ മീഡിയേഷൻ ഓഫ് മഹാത്മാഗാന്ധി. അതായത് ഈ വൈക്കം സത്യാഗ്രഹത്തിന് ഒരു നാഷണൽ അറ്റൻഷൻ കിട്ടി, അല്ലെങ്കിൽ ദേശീയ ശ്രദ്ധ കിട്ടിയ ഒരു സത്യാഗ്രഹമായിരുന്നു ഈ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇത് എൻഡ് ചെയ്തത്, ഇത് അവസാനിപ്പിച്ചത് മഹാത്മാഗാന്ധിയുടെ മീഡിയേഷനോട് കൂടി, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലാണ് ഈ വൈക്കം സത്യാഗ്രഹം എൻഡ് ചെയ്തത്, അവസാനിപ്പിച്ചത്. On November 23rd, 1925, all the roads on all 3 sides of the temple were open to all Hindus. എല്ലാ ഹിന്ദുക്കൾക്കും ഈ ക്ഷേത്രത്തിന്റെ 3 സൈഡിൽ കൂടെയുള്ള പാതകൾ അല്ലെങ്കിൽ റോഡുകൾ ഓപ്പൺ ചെയ്തു കൊടുത്തു. എന്നായിരുന്നു 1925 നവംബർ 23-ന്. എക്സെപ്റ്റ് 2 ലൈൻസ് ലീഡിംഗ് ടു ദ ഈസ്റ്റേൺ ഗേറ്റ്. ഈസ്റ്റേൺ ഗേറ്റിലേക്കുള്ള അല്ലെങ്കിൽ കിഴക്കേ നടയിലേക്കുള്ള 2 ലൈൻസ് ഒഴികെയുള്ള ബാക്കിയെല്ലാം ഉള്ള റോഡുകളാണ് ഈ എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ട് തുറന്നു കൊടുത്തത്. ഓക്കെ, അതിന്റെ ഡേറ്റ് എന്നാണ്? നവംബർ 23, 1925. അന്നാണ് ഈ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30-നും അവസാനിച്ചത് 1925 നവംബർ 23-നുമാണ്. ഇനി ഇവിടെ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ചെയ്യാൻ തന്നിട്ടുണ്ട്. പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് റിലേറ്റഡ് ടു ദ വൈക്കം സത്യാഗ്രഹ. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ദ സവർണ ജാഥ. സവർണ ജാഥ എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൊ എന്താണ് ദ സവർണ ജാഥ എന്ന് നമുക്ക് നോക്കാം. നോക്കിയുള്ളൂ. ടു എക്സ്പ്രസ് സോളിഡാരിറ്റി വിത്ത് ദ വൈക്കം സത്യാഗ്രഹ. ഈ വൈക്കം സത്യാഗ്രഹത്തോടുള്ള സോളിഡാരിറ്റി. എന്താണ് സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ? ഐക്യദാർഢ്യം. ഈ വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എ പ്രൊസഷൻ വാസ് ഓർഗനൈസ്ഡ് ഫ്രം വൈക്കം ടു തിരുവനന്തപുരം. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ ഒരു പ്രൊസഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജാഥ സംഘടിപ്പിച്ചു, ഓർഗനൈസ് ചെയ്തു. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മന്നത്ത് പത്മനാഭൻ. ആരാണ് ഈ ഒരു ജാഥ സംഘടിപ്പിച്ചത്, ഓർഗനൈസ് ചെയ്തത്? ആരുടെ നേതൃത്വത്തിലാണ്? മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ. ദിസ് ഈസ് നോൺ ആസ് സവർണ ജാഥ. ഇതാണ് സവർണ ജാഥ എന്നറിയപ്പെടുന്നത്. അപ്പൊ സവർണ ജാഥ എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു സംഭവമാണ്. ആ സംഭവത്തിന് അല്ലെങ്കിൽ സവർണ ജാഥയ്ക്ക് ലീഡർഷിപ്പ് നൽകിയത് അല്ലെങ്കിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഈ സവർണ ജാഥ എവിടെ മുതൽ എവിടം വരെയായിരുന്നു? വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് വൈക്കം സത്യാഗ്രഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം പഠിച്ചത് അപ്പർ ക്ലോത്ത് എജിറ്റേഷൻ, മേൽമുണ്ട് സമരം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വൈക്കം സത്യാഗ്രഹം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയോളൂ. The Guruvayur Satyagraha was a movement that demanded all sections of Hindus be allowed to enter Guruvayur temple. അതായത് ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾക്കും ഗുരുവായൂർ ടെമ്പിളിലോട്ട് പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് നടന്ന ഒരു സംഭവമാണ് ഗുരുവായൂർ സത്യാഗ്രഹം, അല്ലെങ്കിൽ ഒരു സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. The Satyagraha began on 1st November 1931 with the formation of a committee under the leadership of K. Kelappan and Mannath Padmanabhan. അതായത് കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ ലീഡർഷിപ്പിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് 1931 നവംബർ 1-നാണ് ഈ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് എന്നായിരുന്നു? നവംബർ 1, 1931. 1931 നവംബർ 1-നാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. ആരുടെ നേതൃത്വത്തിലാണ്? കെ കേളപ്പൻ്റെയും മന്നത്ത് പത്മനാഭൻ്റെയും. When the protest intensified, the authorities were forced to close the temple for approximately a month. ഈ സമരം ഭയങ്കരമായിട്ട് ശക്തമായി, ഇൻറ്റൻസിഫൈഡ്, അതായത് വളരെയധികം ശക്തമായപ്പോൾ അവിടെയുള്ള ഈ അധികാരികൾക്ക് നമ്മുടെ ഈ ക്ഷേത്രം ഉണ്ടല്ലോ, ഗുരുവായൂർ ക്ഷേത്രം 1 മാസത്തോളം അടച്ചിടേണ്ടി വന്നു. The volunteer captains of the movement A.K. Gopalan and P. Krishnapilla were brutally beaten by opponents of the Satyagraha.
അതായത് ഈ സമരത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിരുന്ന AK ഗോപാലിനെയും പിന്നെ P കൃഷ്ണപിള്ളയെയും ഈ ഒപ്പണൻസ് ഓഫ് ദ സത്യാഗ്രഹ, ഈ സത്യാഗ്രഹത്തിനെ എതിർക്കുന്ന ആൾക്കാർ എന്ത് ചെയ്തു? ബ്രൂട്ടലി ബീറ്റൻ, വളരെ ക്രൂരമായി മർദ്ദിച്ചു. വെൻ K കേളപ്പൻ ബിഗാൻ എ ഫാസ്റ്റ് അൺ ടു ഡെത്ത് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടെമ്പിൾ, ടെമ്പിളിൻ്റെ മുൻവശത്ത് അല്ലെ, ആ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് കേളപ്പൻ എന്താരംഭിച്ചു? ഒരു ഫാസ്റ്റ് അൺ ടു ഡെത്ത്, അതായത് മരണം വരെ ഉപവാസം ആരംഭിച്ചു, മരണം വരെ നിരാഹാരം ആരംഭിച്ചു കേളപ്പൻ. അങ്ങനെ ആരംഭിച്ചപ്പോൾ മെനി പീപ്പിൾ കെയിം ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ് ടു സപ്പോർട്ട് ഇറ്റ്, ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ജനങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. ഫൈനലി അവസാനം ദ ഫസ്റ്റ് വാസ് എൻഡഡ് ഓൺ ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ഗാന്ധിജി, ഗാന്ധിജിയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം അല്ലെങ്കിൽ ഗാന്ധിജിയുടെ നിർദ്ദേശം പ്രകാരം അവസാനം ഈ ഫാസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു നിരാഹാരം അവസാനിപ്പിച്ചു. When the Congress held a plebiscite in Ponnani Taluk to ascertain public opinion about the temple entry, അതായത് ഈ ടെമ്പിൾ എൻട്രിയെ കുറിച്ച് അല്ലെങ്കിൽ ക്ഷേത്ര പ്രവേശനത്തിനെ കുറിച്ച് ഒരു പ്ലെബിസൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ജനഹിത പരിശോധന എന്ന് പറയും. ഒരു പ്ലെബിസൈറ്റ് നടത്തി. എവിടെയാണ്? ഇൻ പൊന്നാനി താലൂക്ക്, അതായത് ഗുരുവായൂർ സത്യാഗ്രഹം സ്ഥിതി ചെയ്തിരുന്നത് ആ സമയത്ത് പൊന്നാനി താലൂക്കിലായിരുന്നു. അപ്പോൾ ഈ പൊന്നാനി താലൂക്കിൽ കോൺഗ്രസ് എന്ത് ചെയ്തു? ഒരു പ്ലെബിസൈറ്റ് നടത്തി. പ്ലെബിസൈറ്റ് എന്ന് വെച്ചാൽ ഒരു ജനഹിത പരിശോധന ഹെൽഡ് ചെയ്തു, നടത്തി. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ജനഹിത പരിശോധന അല്ലെങ്കിൽ പ്ലെബിസൈറ്റ് നടത്തിയത്? ടു അസർട്ടൺ പബ്ലിക് ഒപ്പീനിയൻ അബൌട്ട് ദ ടെമ്പിൾ എൻട്രി, ഈ ടെമ്പിൾ എൻട്രിയെക്കുറിച്ച്, ക്ഷേത്ര പ്രവേശനത്തെക്കുറിച്ച് ഒരു പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനങ്ങളുടെ അഭിപ്രായം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി. പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ടെമ്പിൾ എൻട്രിയെക്കുറിച്ച് അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനത്തിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് എന്ത് അഭിപ്രായമാണ് ഉള്ളത് എന്നത് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ എന്നത് എന്താണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഒരു പ്ലെബിസൈറ്റ് നടത്തിയത് പൊന്നാനി താലൂക്കിൽ. അപ്പോൾ എന്താ സംഭവിച്ചത്? ദ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ സപ്പോർട്ടഡ് ഇറ്റ്, ജനങ്ങൾ എന്ത് ചെയ്തു? ഈ മെജോറിറ്റി ഓഫ് ദ ജനങ്ങൾ, ഭൂരിപക്ഷം ജനങ്ങളും ഈ ക്ഷേത്ര പ്രവേശനത്തെ എന്ത് ചെയ്തു? അനുകൂലിച്ചു അല്ലേ? ക്ഷേത്രപ്രവേശനം വേണമെന്ന് ആവശ്യപ്പെട്ടു. മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ എന്ന് വെച്ചാൽ ഭൂരിപക്ഷം ജനങ്ങൾ. In this way, the Guruvayur satyagraha helped to create a favorable atmosphere for the entry of all sections of Hindus to the temple. ഇങ്ങനെയാണ് in this way എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ദ ഗുരുവായൂർ സത്യാഗ്രഹ ഹെൽപ്ഡ്, ഗുരുവായൂർ സത്യാഗ്രഹം സഹായിച്ചത്. എന്തിന് സഹായിച്ചത്? ടു ക്രിയേറ്റ് എ ഫേവറബിൾ അറ്റ്മോസ്ഫിയർ ഫോർ ദ എൻട്രി ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് ഹിന്ദൂസ് ഇൻ ടു ദ ടെമ്പിൾ, ക്ഷേത്രപ്രവേശനത്തിന് അല്ലെ, എല്ലാ സെക്ഷൻസ് ഓഫ് ഹിന്ദൂസിനും, എല്ലാ വിഭാഗത്തിലുള്ള ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഗുരുവായൂർ സത്യാഗ്രഹം ഹെൽപ്പ് ചെയ്തത് അല്ലെങ്കിൽ സഹായിച്ചത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. How Guruvayur Satyagraha helped to create a favorable atmosphere for the entry of all sections of Hindus to the temple എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ആ മുകളിൽ കൊടുത്തുള്ള 2-3 സെൻറ്റൻസ് യൂസ് ചെയ്ത് നമ്മൾ അതിൻ്റെ ആൻസർ അങ്ങ് എഴുതണം. സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ദാ ഇവിടെ ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. എന്താ അതിൻ്റെ ഹെഡിങ്? മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ്, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഓൺ November 12, 1936, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, ദ റൂളർ ഓഫ് ട്രാവൻകൂർ, ഇഷ്യൂഡ് ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. 1936 നവംബർ 12 ട്രാവൻകൂർ, തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ എന്ത് പുറപ്പെടുവിച്ചു? ഇഷ്യൂ എന്ന് വെച്ചാൽ പുറപ്പെടുവിച്ചു. എന്ത് പുറപ്പെടുവിച്ചു? ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ എന്ന് വെച്ചാൽ ക്ഷേത്രപ്രവേശന വിളംബരം. എന്താണ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ? ക്ഷേത്രപ്രവേശന വിളംബരം ഇഷ്യൂ ചെയ്തു. ത്രൂ ദിസ്, ഇതിലൂടെ ദ ടെമ്പിൾസ് ഓഫ് ട്രാവൻകൂർ വെയർ ഓപ്പൺഡ് ടു ഓൾ സെക്ഷൻസ് ഓഫ് ഹിന്ദുസ്, തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങൾക്കും എല്ലാ വിഭാഗത്തിലുള്ള ഹിന്ദുക്കൾക്കും തുറന്നുകൊടുത്തു. ഗാന്ധിജി ഡെസ്ക്രൈബ് ദിസ്, ഇതിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തെന്നാ വിശേഷിപ്പിച്ചത്? ദിസ് പ്രൊക്ലമേഷൻ, ഈ ഒരു വിളംബരത്തെ ഗാന്ധിജി ഡെസ്ക്രൈബ് ചെയ്തു, ഗാന്ധിജി വിശേഷിപ്പിച്ചു ആസ് എ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ്, ആധുനിക കാലത്തെ മഹാത്ഭുതം, മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. അപ്പോൾ ഗാന്ധിജി മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്ന് ഡെസ്ക്രൈബ് ചെയ്തത് ഏത് സംഭവത്തെയാണ്? ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ അല്ലേ, ക്ഷേത്രപ്രവേശന വിളംബരത്തെ. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്നാണ്? ഓൺ November 12, 1936, നവംബർ 12, 1936. ക്ഷേത്രപ്രവേശന വിളംബരം ഇഷ്യൂ ചെയ്ത ഭരണാധികാരി ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ആധുനിക കാലത്തെ മഹാത്ഭുതം ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞതാണ് കേട്ടോ. എന്താണ് മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്നുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പാലിയം സത്യാഗ്രഹത്തിനെ കുറിച്ച്. നോക്കിയോളൂ. ദ പാലിയം സത്യാഗ്രഹ ഓഫ് 1947 to 1948 വാസ് അനദർ പ്രൊട്ടസ്റ്റ് ഇൻ കേരള ഫോർ ദ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി.
അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ അയിത്തം അബോളിഷ് ചെയ്യാൻ അല്ലേ നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ട് നടന്ന മറ്റൊരു പ്രതിഷേധ സമരമായിരുന്നു എന്ന് പറയുന്നത് പാലിയം സത്യാഗ്രഹ. എന്നാണ് ഇത് നടന്നത്? 1947-48 ആ ഒരു കാലയളവിലാണ് നടന്നത്. The marginalized sections of the people were prohibited from walking on the road in front of the residence of പാലിയത്തച്ചൻ at ചേന്ദമംഗലം in കൊച്ചി. കൊച്ചിയിലെ ചേന്ദമംഗലത്തെ പാലിയത്തച്ഛൻ്റെ വീടുണ്ട്, അതിൻ്റെ മുന്നിൽ കൂടി നടന്നു പോകാൻ ഈ മാർജിനലൈസ്ഡ് പീപ്പിൾ എന്ന് വെച്ചാൽ സമൂഹത്തിൽ താഴേക്കിടയിൽ നിന്ന് വിശ്വസിച്ചു പോകുന്ന ആ ഒരു ജനങ്ങളെ അനുവദിച്ചിരുന്നാൽ അവരെ എന്ത് ചെയ്തു? പ്രൊഹിബിറ്റ് ചെയ്തു, അവരെ തടഞ്ഞു, അവരെ വിലക്കി. അപ്പോൾ ദ പാലിയം സത്യാഗ്രഹ വാസ് ഓർഗനൈസ്ഡ് ബൈ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ് ഇൻ പ്രൊട്ടസ്റ്റ് അഗാൻസ്റ്റ് ദിസ് ഇൻജസ്റ്റിസ്. പാലിയം സത്യാഗ്രഹം ഓർഗനൈസ് ചെയ്തത് ആരാണ്? ഓർഗനൈസ് ചെയ്തത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ് സമുദായ സംഘടനകളും പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് രാഷ്ട്രീയ കക്ഷികളുമാണ് പാലിയം സത്യാഗ്രഹം ഓർഗനൈസ് ചെയ്തത്. എന്തിനാണ് ഇത് ഓർഗനൈസ് ചെയ്തത്? ഇൻ പ്രൊട്ടസ്റ്റ് അഗാൻസ്റ്റ് ദിസ് ഇൻജസ്റ്റിസ്, ഈ ഒരു അനീതിക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടി, പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാലിയം സത്യാഗ്രഹം ഓർഗനൈസ് ചെയ്തത്. ദ ഗവൺമെന്റ് റെസ്പോണ്ടഡ് വിത്ത് അറസ്റ്റ് ആൻഡ് ടോർച്ചർ ടു സപ്രസ് ദ സത്യാഗ്രഹ ലെഡ് ബൈ സി കേശവൻ ആൻഡ് അതേഴ്സ്. അതായത് ഗവൺമെൻറ് എന്ത് ചെയ്തെന്നറിയാമോ? ഈ ഒരു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സി കേശവനും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്ത മറ്റുള്ള നേതാക്കന്മാരെയൊക്കെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു, അവരെ ടോർച്ചർ ചെയ്തു, അതിക്രൂരമായിട്ട് മർദ്ദിച്ചു. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഗവൺമെൻറ്? ടു സപ്രസ് ദ സത്യാഗ്രഹ, ഈ സത്യാഗ്രഹത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട്. In 1948, when all the temples in Kochi were open to everyone, regardless of caste, restrictions on walking along Paliam Road were lifted. 1948 ആയപ്പോഴത്തേക്കും കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ജനങ്ങൾക്കുമായിട്ട് തുറന്നു കൊടുത്തു. വെയർ ഓപ്പൺ ടു എവരി വൺ, റിഗാർഡ്ലെസ് ഓഫ് കാസ്റ്റ്, ജാതിക്ക് അതീതമായിട്ട് എല്ലാ ക്ഷേത്രങ്ങൾക്കും എന്ത് ചെയ്തു? കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങളും തുറന്നു കൊടുത്തു. ആ സമയത്ത് റെസ്ട്രിക്ഷൻസ് ഓൺ വാക്കിംഗ് എലോങ് പാലിയം റോഡ് വെയർ ലിഫ്റ്റഡ്. ഈ പാലിയം റോഡിലൂടെയുള്ള റെസ്ട്രിക്ഷൻസ്, നിയന്ത്രണവും എന്താ ചെയ്തു? ലിഫ്റ്റ് ചെയ്തു, നീക്കം ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ആ സമയത്താണ് പാലിയം റോഡിലൂടെ എല്ലാ ജനങ്ങൾക്കും എന്ത് ചെയ്തു? സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയത് കേട്ടോ. ഇനി നോക്കിയാലോ, ഓർഗനൈസ് എ പാനൽ ഡിസ്കഷൻ ഓൺ സ്ട്രഗിൾസ് ഫോർ സിവിൽ റൈറ്റ്സ് ആൻഡ് ദെയർ അച്ചീവ്മെന്റ്സ്. സിവിൽ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾസ് അല്ലെങ്കിൽ പൗരാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളും അവയുടെ അവ എന്തൊക്കെ നേട്ടങ്ങളാണ് കൈവരിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ സംഘടിപ്പിക്കാൻ, ഒരു പാനൽ ഡിസ്കഷൻ സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ പഠിച്ച സിവിൽ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആദ്യം നമ്മൾ പഠിച്ചത് അപ്പർ ക്ലോത്ത് എജിറ്റേഷൻ അല്ലെങ്കിൽ മേൽമുണ്ട് സമരം, രണ്ടാമത് പഠിച്ചത് വൈക്കം സത്യാഗ്രഹ, മൂന്നാമത് ഗുരുവായൂർ സത്യാഗ്രഹ, നാലാമത് പഠിച്ചത് പാലിയം സത്യാഗ്രഹ. ഈ 4 കുറിച്ച് ചെറിയൊരു നോട്ട് പോലെ എഴുതി കംപ്ലീറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആവും. ഓക്കെ, ഇനി ഇവിടെ താഴെ കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? അതിൽ സ്ട്രഗിൾസ് ഫോർ സിവിൽ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾസ് ആണ് ആദ്യത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ കോളത്തിൽ സിറ്റുവേഷൻസ്, അതിനിടയാക്കിയ സാഹചര്യം, സിറ്റുവേഷൻ എന്താണോ അതാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് അപ്പർ ക്ലോത്ത് എജിറ്റേഷൻ, അതാണ് ഒന്നാമത്തെ സ്ട്രഗിൾ. അതിനിടയാക്കിയ സാഹചര്യം, സിറ്റുവേഷൻ എന്താണ്? ബാൻ ഓൺ വിയറിംഗ് ക്ലോത്ത്സ്, വസ്ത്രധാരണത്തിനുണ്ടായിരുന്ന ബാൻ, വിലക്ക്. വിയറിംഗ് ക്ലോത്ത്സ് എന്ന് വെച്ചാൽ വസ്ത്രധാരണം, അതിനുണ്ടായിരുന്ന ബാൻ എന്ന് വെച്ചാൽ വിലക്ക്, അതാണ് ഒന്നാമത്തെ കാരണം. ഇനി അതുപോലെ വൈക്കം സത്യാഗ്രഹത്തിന്റെയും ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെയും പാലിയം സത്യാഗ്രഹത്തിന്റെയും നമ്മൾ എഴുതി കംപ്ലീറ്റ് ചെയ്യണം. അവിടെ നോക്കിയോളൂ, വൈക്കം സത്യാഗ്രഹ. എന്തിനാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്? ഫോർ ഡിനൈങ് ഫ്രീഡം ഓഫ് ട്രാവലിംഗ്, സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. അടുത്ത ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ഫോർ ഡിനൈങ് എൻട്രി ടു ദ ടെമ്പിൾ, ടെമ്പിളിൽ ക്ഷേത്രപ്രവേശനം നിഷേധിച്ചതിനെ തുടർന്നാണ് ഈ ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയത്. ഇനി പാലിയം സത്യാഗ്രഹമാണെങ്കിലോ ഫോർ ഡിനൈങ് ഫ്രീഡം ഓഫ് ട്രാവലിംഗ്, അതും സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിന് നടന്ന സമരമായിരുന്നു പാലിയം സത്യാഗ്രഹം. മനസ്സിലായല്ലോ? അത് 4. അപ്പോൾ നമ്മൾ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. മലയാളം മീഡിയത്തിൻ്റെ നോക്കിയോളൂ. ആദ്യത്തത് മേൽമുണ്ട് സമരം. എന്തിനായിരുന്നു? വസ്ത്രധാരണ വിലക്കിനെതിരെ. വസ്ത്രധാരണം നടത്താൻ സമ്മതിച്ചില്ല അല്ലേ, അപ്പർ ക്ലോത്ത് യൂസ് ചെയ്യാൻ സമ്മതിച്ചില്ല, അതിനെതിരെയായിട്ട് വസ്ത്രധാരണ വിലക്കിനെതിരെ. അടുത്ത വൈക്കം സത്യാഗ്രഹമാണെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിന്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹമാണെങ്കിൽ ക്ഷേത്രപ്രവേശനം നിഷേധിച്ചതിന്. അടുത്ത പാലിയം സത്യാഗ്രഹമാണെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിന്. ഓക്കെ ആണല്ലോ?
നമുക്ക് പഠിക്കാനുള്ളത് ദ ഫ്ലെയിം ഓഫ് പ്രൊട്ടസ്റ്റ് നാഷണൽ കോൺഷ്യസ്നസ്, അതായത് ദേശീയബോധത്തിൻ്റെ സമരജ്വാല. ഇതിലിതാ ഒരു കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട്. അംഷി നാരായണപിള്ള രചിച്ച ഒരു ഗാനത്തിൻ്റെ കുറച്ച് ലൈൻസാണ്. വരിക വരിക സഹചര്യ സഹന സമര സമയമായി കരളുറച്ച് കൈകോർത്ത് കാൽനടക്കി പോകുന്ന അങ്ങനെ തുടങ്ങുന്നത്. നോക്കിയുള്ളൂ, ദീസ് ആർ ദ ലൈൻസ് റിട്ടൺ ബൈ അംഷി നാരായണപിള്ള. വരിക വരിക സഹചര്യം എന്ന് പറയുന്ന ആ ഒരു ലൈൻസ് എഴുതിയതാരാണ്? അംഷി നാരായണപിള്ള എന്ന് പറയുന്ന ഒരു കവിയാണ്. ടു ബി സങ് ഇൻ പ്രൊസഷൻ ഹെൽഡ് ആസ് പാർട്ട് ഓഫ് ദി സോൾട്ട് സത്യാഗ്രഹ ഇൻ 1930. 1930 സോൾട്ട് സത്യാഗ്രഹം എന്ന് വെച്ചാൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രൊസഷൻ എന്ന് വെച്ചാൽ ജാഥ, ഒരു ജാഥ നടന്നു. ആ ജാഥയിൽ ഈ വരികളാണ് ആലപിച്ചത്. നമ്മുടെ കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ സോൾട്ട് സത്യാഗ്രഹം ഇന്ത്യയിൽ ഒട്ടാകെ നടന്ന ഒരു സമരമായിരുന്നു. ഈ സമരത്തിൽ കേരളത്തിൽ നടന്ന ഈ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഈ പറയുന്ന വരികൾ ആലപിച്ചിരുന്നു. ഏത്? വരിക വരിക സഹചരേ. ആ വരികൾ എഴുതിയതാരാണ്? അംഷി നാരായണപിള്ള. അപ്പോൾ ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ സോൾട്ട് സത്യാഗ്രഹം നടന്ന വർഷം 1930, 1930. ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ മെത്തഡ്സ് ഓഫ് സത്യാഗ്രഹ ഫ്രം ദീസ് ലൈൻസ്? ഈ ലൈൻസിൽ നിന്ന് അല്ലെങ്കിൽ ഈ വരികളിൽ നിന്ന് ഈ സത്യാഗ്രഹ സമരത്തിൻ്റെ രീതി എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? അതായത് ഈ ഒരു സത്യാഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ സോൾട്ട് സത്യാഗ്രഹത്തിൻ്റെ രീതി എന്ന് പറയുന്നത് എന്താണ്? ബീച്ചിൽ ചെല്ലുക, ബീച്ചിൽ ചെന്ന് ഉപ്പ് കുറുക്കി പ്രതിഷേധിക്കുക എന്നുള്ളതാണ്. ഉപ്പ് കുറുക്കിയാണ് ഇവിടെ പ്രതിഷേധിക്കുന്നത്. അതായിരുന്നു ഈ സത്യാഗ്രഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. സത്യാഗ്രഹീസ് മാർച്ച് ടുവാർഡ്സ് ദ പയ്യന്നൂർ ബീച്ച് ഇൻ എ പ്രൊസഷൻ സിംഗിങ് സോങ്സ് ആൻഡ് ഷൗട്ടിംഗ് സ്ലോഗൻസ്. അതായത് ഈ സത്യാഗ്രഹികൾ ഈ ഒരു ഗാനം ആലപിച്ച് അതുപോലെ തന്നെ ഷൗട്ടിംഗ് സ്ലോഗൻസ് എന്ന് വെച്ചാൽ മുദ്രാവാക്യം വിളിച്ചും എങ്ങോട്ടാണ് അവർ നീങ്ങിയത്? പയ്യന്നൂർ ബീച്ചിലോട്ട്. ഈ ജാഥ എങ്ങോട്ടാണ് നീങ്ങിയത്? പയ്യന്നൂർ ബീച്ചിലോട്ട് നീങ്ങി. അപ്പോൾ ഈ പ്രൊസഷനിൽ അവർ ആലപിച്ച ഗാനം ഏത് ഗാനമായിരുന്നു? വരിക വരിക സഹചര്യം എന്ന് തുടങ്ങുന്ന ഗാനം. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ വെൽക്കംഡ് ദം എലോങ് ദ വേ. അവർ പോകുന്ന വഴികളിലൊക്കെ ആയിരക്കണക്കിന് ജനങ്ങൾ അവർക്ക് എന്ത് നൽകി? വെൽക്കം ചെയ്തു അല്ലെങ്കിൽ സ്വീകരണം നൽകി. From this we can understand how energetic the national movement was in Kerala. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ദേശീയ പ്രസ്ഥാനം എത്രത്തോളം എനർജറ്റിക് ആയിരുന്നു കേരളത്തിലെന്ന് നമുക്ക് മനസ്സിലാക്കാം. Let us examine how the national movement in Malabar, Kochi and Travancore grew in Kerala. കേരളത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ വളർച്ച മലബാറിൽ, കൊച്ചിയിലും തിരുവിതാംകൂറിലും എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് മലബാറിലെ കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. അതിനു മുമ്പേ ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് കാര്യം കൊടുത്തിട്ടുണ്ട്, നോക്കാം. Just as in Kerala, there was a notable Malayali presence in the Congress at the national level as well. അതായത് കേരളത്തിലേതുപോലെ തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിൽ ശ്രദ്ധേയമായ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. ആരാണ്? സി ശങ്കരൻ നായർ. ആരാണ് അദ്ദേഹത്തിൻ്റെ പേര്? സി ശങ്കരൻ നായർ. പിന്നെ ഒരാൾ കൂടെ ഉണ്ട്, ആര്? ആൻഡ് ബാരിസ്റ്റർ GP പിള്ള. ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. ഇവർ രണ്ടുപേരുമായിരുന്നു അതിൽ പ്രധാനികൾ. മനസ്സിലായല്ലോ? ദേശീയ തലത്തിൽ ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്ന രണ്ട് മലയാളികളായിരുന്നു. ആരൊക്കെയാണ്? സി ശങ്കരൻ നായരും ബാരിസ്റ്റർ GP പിള്ളയും. മലബാറിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെ ദ നാഷണൽ മൂവ്മെൻറ്റ് വാസ് മോർ ആക്റ്റീവ് ഇൻ മലബാർ ദെൻ ഇൻ അതർ പാർട്സ് ഓഫ് കേരള. കേരളത്തിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് മലബാറിൽ വളരെ ആക്റ്റീവായിരുന്നു നാഷണൽ മൂവ്മെൻറ്റ്, ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ദ ഫോർമേഷൻ ഓഫ് ദി മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി ആൻഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദി ഹോം റൂൾ ലീഗ് പ്രൊപ്പൽഡ് ദ നാഷണൽ മൂവ്മെൻറ്റ് ഫോർവേഡ്. അതായത് മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണവും അതുപോലെ തന്നെ ഹോം റൂൾ ലീഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്. ആ ഹോം റൂൾ ലീഗിൻ്റെ പ്രവർത്തനങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ വളരെയധികം പ്രൊപ്പൽഡ് ചെയ്തു, എന്ന് വെച്ചാൽ കൂടുതൽ ശക്തപ്പെടുത്തി. The Khilafat and non-cooperation movements received strong support throughout the Malabar. മലബാറിൽ വളരെ വലിയ പിന്തുണയാണ് ഖിലാഫത്തിനും അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിനും ലഭിച്ചത്. ആസ് പാർട്ട് ഓഫ് ദി സ്ട്രഗിൾ, ഈ സമരങ്ങളുടെ ഭാഗമായിട്ട് പീപ്പിൾ ബോയ്ക്കോട്ടഡ് ഫോറിൻ മെയ്ഡ് ഗുഡ്സ്, കോർട്സ്, സ്കൂൾസ് ആൻഡ് അതർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ സമരത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട്, അതായത് ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ജനങ്ങൾ എന്ത് ചെയ്തു? പീപ്പിൾ ബോയ്ക്കോട്ടഡ് എന്ന് വെച്ചാൽ ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ചു അല്ലെങ്കിൽ ബഹിഷ്കരിച്ചു എന്ന് പറയാം. ബോയ്ക്കോട്ട് ചെയ്തു, ബഹിഷ്കരിച്ചു. എന്തൊക്കെയാണ്? ഫോറിൻ മെയ്ഡ് ഗുഡ്സ്, വിദേശ നിർമ്മിത വസ്തുക്കൾ, പിന്നെ കോർട്സ്, കോടതികൾ, അതുപോലെ സ്കൂൾസ്, വിദ്യാലയങ്ങൾ ആൻഡ് അതർ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ, മറ്റുള്ള സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ബോയ്ക്കോട്ട് ചെയ്തു, ബഹിഷ്കരിച്ചു. ദ സ്ട്രൈക്ക് വിറ്റ്നസ്ഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ആൻഡ് സ്റ്റുഡൻസ്. സ്ത്രീകളുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും ഒരു വളരെ മികച്ച പങ്കാളിത്തമുണ്ടായിരുന്നു ഈ സ്ട്രൈക്കിന്, ഈ സമരത്തിന്.
അടുത്ത ദ പ്രൊമിനന്റ് ലീഡേഴ്സ് ഡ്യൂറിങ് ദ ടൈം വെയർ, ഈ സമയത്തുള്ള പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു? ഈ മലബാറിൽ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ഈ സമയത്തുണ്ടായിരുന്നു ആരൊക്കെയായിരുന്നു? സി കുഞ്ഞിരാമമേനോൻ, ആരൊക്കെയാണ്? ഒരു സി കുഞ്ഞിരാമമേനോൻ. അടുത്ത കെ കേളപ്പൻ, അടുത്തത് കെ കേളപ്പൻ. പിന്നെ യു ഗോപാലമേനോൻ, പിന്നെ കെ പി കേശവമേനോൻ. പിന്നെ ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി ആൻഡ് മൊയ്യാരത്ത് ശങ്കരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു ആ മലബാറിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. അപ്പോൾ മലബാറിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? സി കുഞ്ഞിരാമമേനോൻ, കെ കേളപ്പൻ, യു ഗോപാലമേനോൻ, കെ പി കേശവമേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി ആൻഡ് മൊയ്യാരത്ത് ശങ്കരൻ എന്നിവർ. When the salt satyagraha gathered momentum all over India under the leadership of Gandhiji as part of the civil disobedience movement, its impact was also felt in Kerala. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഈ നിയമലംഘന പ്രസ്ഥാനത്ത് അല്ലെങ്കിൽ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഓൾ ഓവർ ഇന്ത്യയിലെമ്പാടും എന്ത് നടന്നു? സോൾട്ട് സത്യാഗ്രഹ ഗ്യാതേർഡ് മൊമെൻറ്റം. സോൾട്ട് സത്യാഗ്രഹ വളരെ നല്ല രീതിയിൽ നടന്നു. ഇറ്റ്സ് ഇമ്പാക്റ്റ് വാസ് ആൾസോ ഫെൽറ്റ് ഇൻ കേരള. ഇതിൻ്റെ ഇമ്പാക്റ്റ് കേരളത്തിലും ഉണ്ടായിരുന്നു. കേരളത്തിലും ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായി. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ദ സെൻറ്റർ ഓഫ് ദി സോൾട്ട് സത്യാഗ്രഹ ഇൻ കേരള. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ സോൾട്ട് സത്യാഗ്രഹത്തിൻ്റെ സെൻറ്റർ എവിടെയായിരുന്നു? വാസ് പയ്യന്നൂർ ഇൻ മലബാർ. മലബാറിലെ പയ്യന്നൂർ ആയിരുന്നു കേരളത്തിലെ സോൾട്ട് സത്യാഗ്രഹത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ദ സെൻറ്റർ ഓഫ് ദി സോൾട്ട് സത്യാഗ്രഹ ഇൻ കേരള വാസ് പയ്യന്നൂർ ഇൻ മലബാർ. ദ സത്യാഗ്രഹ വാസ് ലെഡ് ബൈ കെ കേളപ്പൻ. ആരാണോ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ സോൾട്ട് സത്യാഗ്രഹത്തിന് ലീഡ് ചെയ്തത് അത് കെ കേളപ്പനായിരുന്നു. കേരളത്തിലെ സോൾട്ട് സത്യാഗ്രഹത്തിൻ്റെ സെൻറ്റർ പയ്യന്നൂർ, എവിടെയാണ്? മലബാർ. ഇനി അതിനെ ലീഡ് ചെയ്തത് ആരാണോ? കെ കേളപ്പൻ. ഓക്കെ ആണല്ലോ. Satyagrahis from various parts of Kerala reached the beach at Payyannur and participated in it. ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സത്യാഗ്രഹികൾ എവിടെ എത്തി? പയ്യന്നൂരിലെ കടപ്പുറത്ത് എത്തി, പയ്യന്നൂർ ബീച്ചിൽ എത്തി. ആൻഡ് അവരെന്ത് ചെയ്തു? അതിൽ പങ്കെടുത്തു. ആൻഡ് പാർട്ടിസിപ്പേറ്റഡ്, അതിൽ പങ്കെടുത്തു. ഓൾസോ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മുഹമ്മദ് അബ്ദുറഹ്മാൻ, ദ സത്യാഗ്രഹീസ് വയലേറ്റഡ് ദ ലോ ആൻഡ് മെയ്ഡ് സോൾട്ട് ഓൺ ദ ബീച്ച് അറ്റ് കോഴിക്കോട്. കോഴിക്കോടിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ നേതൃത്വത്തിൽ, ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് സത്യാഗ്രഹീസ് എന്ത് ചെയ്തു? അവരുടെ ആ നിയമമൊക്കെ ലംഘിച്ച് എന്തുണ്ടാക്കി? ഉപ്പ് ഉണ്ടാക്കി. മെയ്ഡ് സോൾട്ട് ഓൺ ദ ബീച്ച് അറ്റ് കോഴിക്കോട് ബീച്ചിൽ അവരെന്തുണ്ടാക്കി? ഉപ്പുണ്ടാക്കി. അപ്പോൾ കോഴിക്കോട് ബീച്ചിൽ സോൾട്ട് സത്യാഗ്രഹം ലീഡ് ചെയ്ത ആളാരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ ആയിരുന്നു കോഴിക്കോട് നടന്ന സോൾട്ട് സത്യാഗ്രഹത്തിന് ലീഡ് ചെയ്തത്. പയ്യന്നൂരിൽ നടന്ന സോൾട്ട് സത്യാഗ്രഹം ലീഡ് ചെയ്തത് കെ കേളപ്പൻ. ഓക്കെ ആണല്ലോ. ഇനി ദ പീപ്പിൾ ഹു ഗ്യാതേർഡ് ദെയർ ഹാഡ് ടു സഫർ ദ ബ്രൂട്ടൽ ത്രോഷിങ്സ് ഓഫ് ദ പോലീസിൻ്റെ വളരെ ബ്രൂട്ടലായിട്ടുള്ള ക്രൂര മർദ്ദനം ഏൽക്കേണ്ടി വന്നു ഈ ഇവിടെയൊക്കെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക്. ദ ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ക്ലോത്ത്സ്, പിക്കറ്റിംഗ് ഓഫ് ലിക്കർ ഷോപ്സ് ആൻഡ് ദ ഖാദി ക്യാമ്പയിൻ വെർ ഓൾ പാർട്ട് ഓഫ് ദി സ്ട്രഗിൾ. ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട്, ഈ സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയായിരുന്നു? ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ക്ലോത്ത്സ്, ഈ വിദേശ വസ്ത്രം ബോയ്ക്കോട്ട് ചെയ്യുക, ബഹിഷ്കരിക്കുക. പിന്നെ പിക്കറ്റിംഗ് ഓഫ് ലിക്കർ ഷോപ്പ്, മദ്യഷാപ്പിനെ പിക്കറ്റ് ചെയ്യുക, മദ്യഷാപ്പ് പിക്കറ്റിംഗ് എന്ന് പറയും. ലിക്കർ ഷോപ്പ് പിക്കറ്റിംഗ്. അടുത്ത മൂന്നാമത്തെ കാര്യം എന്താണ്? ഖാദി ക്യാമ്പയിൻ, ഖാദി പ്രചരണം, ഖാദി വസ്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള ഒരു പ്രചരണം, അതാണ് ഖാദി ക്യാമ്പയിൻ. അപ്പോൾ ഇതൊക്കെ ഈ സോൾട്ട് സത്യാഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളൊക്കെയാണ്. എന്തൊക്കെയായിരുന്നു? 1 ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ക്ലോത്ത്സ്, 2 പിക്കറ്റിംഗ് ഓഫ് ലിക്കർ ഷോപ്സ്, 3 ഖാദി ക്യാമ്പയിൻ. ഇത് ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി നോക്കിയുള്ളൂ ഗാന്ധിജി ഇൻ കേരള. കേരളത്തിൽ ഗാന്ധിജി. ഇൻ 1920 ഗാന്ധിജി ആൻഡ് മൗലാന ഷൗക്കത്ത് അലി അറൈവ്ഡ് അറ്റ് കോഴിക്കോട് ടു പ്രൊമോട്ട് ദ നോൺ കോപ്പറേഷൻ ഖിലാഫത്ത് മൂവ്മെൻറ്റ്. അതായത് 1920 ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് വന്നത്? നോൺ കോപ്പറേഷൻ ഖിലാഫത്ത് മൂവ്മെൻറ്റ്, നിസ്സഹകരണം അതുപോലെ ഖിലാഫത്ത് സമരം, ഇത് രണ്ടിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ എവിടെയാണ് എത്തിയത്? കോഴിക്കോടാണ് എത്തിയത്. ദിസ് വാസ് ഗാന്ധിജീസ് ഫസ്റ്റ് വിസിറ്റ് ടു കേരള. കേരളത്തിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ വിസിറ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഗാന്ധിജിയുടെ കേരളത്തിലേക്കുള്ള ആദ്യത്തെ വിസിറ്റ് എന്നായിരുന്നു നടന്നത്? 1920. എവിടെയായിരുന്നു? കോഴിക്കോട്. When the leaders urged that Indians, though of different religions and
children of the same motherland, that our joys and sorrows are one, and that problems are one, the people embraced it with enthusiasm. അതായത് നമ്മുടെ ഇന്ത്യക്കാർ വ്യത്യസ്ത മതസ്ഥരെങ്കിലും നമ്മുടെ മാതൃഭൂമിയുടെ സന്തതികളാണെന്നും നമ്മുടെ സുഖദുഃഖങ്ങൾ ഒന്നാണെന്നും പ്രശ്നങ്ങൾ ഒന്നാണെന്നും നേതാക്കൾ ഉത്ബോധിപ്പിച്ചു. അങ്ങനെ ഉത്ബോധിപ്പിച്ചപ്പോൾ വളരെയധികം ആവശ്യത്തോടു കൂടിയാണ് ജനങ്ങളത് സ്വീകരിച്ചത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വേറെ കാര്യങ്ങളൊന്നുമില്ല. നോക്കിയുള്ളൂ. വാട്ട് വേർ ദ ആക്ഷൻ പ്രോഗ്രാംസ് ഓഫ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഇൻ മലബാർ, ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. അതായത് ഈ മലബാറിലെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന പരിപാടികൾ, ആക്ഷൻ പ്രോഗ്രാംസ്, പ്രവർത്തന പരിപാടികൾ എന്തൊക്കെയായിരുന്നു അതിനെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ്, അല്ലെ, വിദേശ വസ്ത്ര ബഹിഷ്കരണം, അതുപോലെ പിക്കറ്റിംഗ് ഓഫ് ലിക്കർ ഷോപ്പ് പിക്കറ്റിംഗ്, ഖാദി ക്യാമ്പയിൻ, ഖാദി പ്രചരണം, ഇതൊക്കെയായിരുന്നു അവരുടെ പ്രവർത്തന പരിപാടികൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട മലബാറിലെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മലബാർ റെബല്യൻ അല്ലെങ്കിൽ മലബാർ കലാപത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഭയങ്കര വലിപ്പമുള്ള ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ഒത്തിരി കണ്ടൻ്റ് ഉള്ള ചാപ്റ്ററാണ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം.